ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്, സത്യാൽ, അസ്സലാമലൈക്കും. എങ്ങനെയുണ്ട് എല്ലാവരും? കേട്ടിട്ടുണ്ടായിരിക്കും, ദി നോബ്ലസ്റ്റ് ഓഫ് ആൾ സ്റ്റഡീസ് ഈസ് ദി സ്റ്റഡി ഓഫ് വാട്ട് മാൻ ഷുഡ് ബി ആൻഡ് വാട്ട് മാൻ ഷുഡ് ഡു. ഞാൻ പറഞ്ഞതല്ല, ദേശത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. ദി നോബ്ലസ്റ്റ് ഓഫ് ആൾ സ്റ്റഡീസ് ഈസ് ദി സ്റ്റഡി ഓഫ് വാട്ട് മാൻ ഷുഡ് ബി ആൻഡ് വാട്ട് മാൻ ഷുഡ് ഡു. എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും അന്തസ്സത്ത് എന്നത് മനുഷ്യൻ എന്ത് ചെയ്യണം, എങ്ങനെയാകണം എന്നുള്ളതാണ്. സോ once again welcomes you all to Magic Mushrooms HSC study part number 4. Here we go. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗോൾഡൻ റൂൾസ് ആൻഡ് ലൈഫ് സേവിങ് റൂൾസ്, LSR എന്നറിയപ്പെടുന്ന ലൈഫ് സേവിങ് റൂൾസ്. HSCയിലെ പ്രധാന നിയമങ്ങളാണ് ഗോൾഡൻ റൂൾസും ലൈഫ് സേവിങ് റൂൾസും. നിങ്ങൾക്ക് അറിയാം, ഗോൾഡൻ റൂൾസ് എന്ന് പറഞ്ഞാൽ സുവർണ നിയമങ്ങൾ, ലൈഫ് സേവിങ് റൂൾ ജീവൻ സംരക്ഷണത്തിനായിട്ടുള്ള നിയമങ്ങൾ, ജീവൻ സുരക്ഷാ നിയമങ്ങളെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇത് ആസ് ഫാർ ആസ് ഇൻ മൈ നോളജ്, ഇത് ഇൻവെന്റഡ് ആൻഡ് ഇംപ്ലിക്കേറ്റഡ് ബൈ PDO ഫസ്റ്റ്, പെട്രോളിയം ഡെവലപ്മെന്റ് ഓഫ് ഒമാൻ. സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ ഓയിൽ ഫീൽഡായ പെട്രോളിയം ഡെവലപ്മെന്റ് ഓഫ് ഒമാൻ ആണ് ആദ്യമായിട്ട് ഇത് വികസിപ്പിച്ചെടുത്തതും സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഈ ഗോൾഡൻ റൂൾസും LSR ലൈഫ് സേവിങ് റൂൾസും. അപ്പോ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിലെ ഒട്ടുമിക്ക ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ്ഡ് HSC ഓർഗനൈസേഷൻസ് ലൈക്ക് ഓഷ, US-ന്റെ ഓഷ, പിന്നെ നിബോഷ്, അയോഷ്, അങ്ങനെ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ, ഇവരെല്ലാവരും ഇതിന് തത്വത്തില് അംഗീകാരം കൊടുത്തു. ഇപ്പൊ അവര് ഇൻവെന്റ് ചെയ്തതല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് തത്വത്തിൽ അംഗീകാരം കൊടുക്കാനും ഇതിനെ ഫോളോ അപ്പ് ചെയ്യാനും അവരെല്ലാവരും തയ്യാറായി. കാരണം ഇത് വളരെ സിമ്പിളാണ്, ഒപ്പം പവർഫുള്ളുമാണ്. കേട്ടിട്ടില്ലേ? സിമ്പിളാണ് യെറ്റ് പവർഫുൾ. ഇത് വളരെ ഈസി ആയിട്ട് നമ്മളുടെ റിസ്കിനെ ഒന്നുകിലും മാക്സിമം ഇവാലുവേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് കഴിയുന്നിടത്തോളം റിസ്കിനെ കുറച്ചുകൊണ്ട് ഇങ്ങനെ അറ്റം വരെ എത്തിക്കുക. അതിന് അലാർപ്പ് എന്ന് പറയും, അലാർപ്പ് സിസ്റ്റം, LARP, ആസ് ലോ ആസ് റീസണബിളി പ്രാക്ടിക്കബിൾ. നമുക്ക് കഴിയുന്നിടത്തോളം താഴ്ത്തി റിസ്ക് ഫാക്ടറിനെ കൊണ്ടുവന്ന് അതിനെ ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ അത്രത്തോളം സുരക്ഷയോടുകൂടി, സേഫ്റ്റിയോടുകൂടി നമ്മുടെ വർക്ക് ഫോഴ്സിന് സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. വളരെ സിമ്പിളായിട്ടുള്ള മാറ്ററാണ് ഇത് എന്ന് പറയുന്ന ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്ന 3 ഗോൾഡൻ റൂൾസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇത് PDO ഫീൽഡിൽ PDO ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് വെച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ലോകത്തില് അറിയപ്പെടുന്ന ഒട്ടുമിക്ക HSC ഓർഗനൈസേഷനും ഇതിനെ അൺഒഫീഷ്യലായിട്ട് അംഗീകരിക്കുകയും ഒപ്പം ഇത് സൈറ്റില് അവര് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ വളരെ ഈസി ആയിട്ട് നമുക്ക് HSCയെ സമീപിക്കാവുന്ന നിയമങ്ങളാണിത്. ഈ ഗോൾഡൻ റൂൾസ് അഥവാ സുവർണ നിയമങ്ങൾ എന്ന് പറയുന്ന 3 എണ്ണമാണ്. There are 3 numbers of golden rules. The first one is comply, second one intervene, and the third one respect. ഞാൻ പറയില്ലേ, സിമ്പിൾ ആണ്. കംപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നതിനല്ല കംപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത്. കംപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ടു ഫോളോ ഈച്ച് ആൻഡ് എവരി HSC റെഗുലേഷൻസ് ആൻഡ് റൂൾസ്. HSC പോളിസി പ്രകാരം, ഇപ്പൊ ക്ലയന്റിന്റെ HSC പോളിസിയും പ്ലാനും പ്രകാരം, ഒപ്പം കോൺട്രാക്ടേഴ്സായ നമ്മുടെ HSC പോളിസിയും പ്ലാനും പ്രകാരം ഇതെല്ലാം ഈ കംപ്ലൈ ചെയ്യുക, ഇതിനോടൊത്ത് പോവുക, ഇതിനോടൊത്ത് ഫോളോ അപ്പ് ചെയ്യുക, ഇതിനോടൊത്ത് ഈ നിയമങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അതിപ്പോ ഒരുപാട് കാര്യങ്ങൾ കാണും പറഞ്ഞു വരുമ്പോ, പെർമിറ്റ് വർക്ക് സിസ്റ്റം മുതൽ
ഇങ്ങോട്ട് ജോബ് സേഫ്റ്റി അനലൈസേഷൻ, മെത്തേഡ് സ്റ്റേറ്റ്മെന്റ്, അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റ്സ്, ഇതിനകത്തെല്ലാം നമ്മൾ എടുക്കാനുള്ള മെഷർമെന്റ്സ്, കാര്യങ്ങളും നമ്മൾ എന്തൊക്കെയാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് ചെയ്യേണ്ട, ഇതെല്ലാം ഉണ്ട്. ഇതിനെ എല്ലാത്തിനോടും കംപ്ലൈ ചെയ്ത് സമരസപ്പെട്ട് അനുരഞ്ജനപ്പെട്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് കംപ്ലൈ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഇന്റർവീൻ എന്ന് പറയുന്നത്, നമ്മൾ ഇന്റർവീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒരാൾ സൈറ്റിൽ, അയാൾ ഏത് ഡെസിഗ്നേഷനിലാവട്ടെ, താഴ്ന്ന ഡെസിഗ്നേഷനിലുള്ളതോ ഉയർന്ന ഡെസിഗ്നേഷനിലുള്ള ആളായാണ്, അയാളുടെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അയാളുടെ വർക്ക് ചെയ്യുന്ന രീതിയിലോ തെറ്റായ, ഹസാഡസായ അല്ലെങ്കിൽ റിസ്ക്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ, അതായത് ഇതൊരു അപകടത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ആർക്കൊരു സംശയം തോന്നിയാലും ആ വർക്ക് അവിടെ വെച്ച് നിർത്തിവെപ്പിക്കാനുള്ള അധികാരം പ്രോജക്റ്റ് സൈറ്റിലെ ടോപ്പ് മാനേജ്മെന്റ് മുതൽ ഇങ്ങ് താഴെ ഹെൽപ്പർ ലെവൽ വരെയുള്ള എല്ലാവർക്കും നൽകുന്നതാണ് ഇന്റർവീൻ എന്ന് പറയുന്ന സിസ്റ്റം. അപ്പൊ ഇതൊരു സിസ്റ്റമാണ്. ഇത് എല്ലാവർക്കും ഈ അധികാരം പ്രയോഗിക്കാം. അപകടകരമായേക്കാം എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ ആർക്ക് ആരുടെയും വർക്ക് നിർത്തിവെപ്പിക്കാം. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക ആ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സംശയം ഉണ്ടെങ്കിൽ വർക്ക് സൈറ്റ് സൂപ്പർവൈസറെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയറെ ബന്ധപ്പെടുക, അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അതാണ് രണ്ടാമത് ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് റെസ്പെക്ട് എന്നുള്ളതാണ്. റെസ്പെക്ട് ചെയ്യേണ്ടത് നമ്മൾ ഈച്ച് അതർ മാത്രമല്ല, വ്യക്തികൾ പരസ്പരം റെസ്പെക്ട് ചെയ്യണം, കമ്പനിയെ റെസ്പെക്ട് ചെയ്യണം, കമ്പനി പോളിസിയും പ്ലാനിനെ റെസ്പെക്ട് ചെയ്യണം, മറ്റ് നിയമങ്ങളെ റെസ്പെക്ട് ചെയ്യണം. ആഫ്റ്റർ ആൾ സ്വന്തം വർക്കിനെ റെസ്പെക്ട് ചെയ്യണം. സ്വന്തം വർക്കിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തം വർക്കിനെ പരിപൂർണ സേഫ്റ്റിയോടുകൂടി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ്, അത് ഓർത്തു വെക്കണം. ഗോൾഡൻ റൂൾസ് ആർ 3 numbers and they were കംപ്ലൈ, ഇന്റർവീൻ ആൻഡ് റെസ്പെക്ട്. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ബോർഡിലായിട്ട് കാണിക്കാം. കംപ്ലൈ, ഇന്റർവീൻ ആൻഡ് റെസ്പെക്ട്. പിന്നെ ഉള്ളത് നമുക്ക് ലൈഫ് സേവിങ് റൂളാണ്, LSR. 10 റൂളാണ് LSRലുള്ളത്. ഇത് ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഇംപ്ലിമെന്റേഷൻ ആണ്. ബേസിക് സേഫ്റ്റി ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ആസ് പെർ ദി ക്ലൈമറ്റ് ഓർ ആസ് പെർ ദി മെറ്റീരിയൽസ് ഓർ ആസ് പെർ ദി ടെക്നോളജി, സേഫ്റ്റിയിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ ഓരോ ഇൻഡസ്ട്രീസിലും, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിലുള്ളത് വേറെ, ഇൻഡസ്ട്രിയൽ ഫീൽഡിലുള്ളത്, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളത്, അങ്ങനെ ഓരോന്നിലും വ്യത്യാസം വരാം. പക്ഷേ ബേസിക് എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 10 നിയമങ്ങളെന്ന് പറയുന്നതിൽ 6 ഡൂസും 4 ഡോൺസുമാണ്. ചെയ്യാനുള്ള 6 ചെയ്തുകൂടാത്ത 4. അപ്പോൾ ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സേവിങ് റൂളാണ്, നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ്, മറക്കരുത്. അതിൽ ആദ്യത്തേത് പെർമിറ്റ് ടു വർക്ക് സിസ്റ്റമാണ്, PTW, പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം. രണ്ടാമത് ഐസൊലേഷൻ, മൂന്നാമത് ഗ്യാസ് ടെസ്റ്റ്, നാലാമത് കൺഫൈൻഡ് സ്പേസ് സിസ്റ്റം, കൺഫൈൻഡ് സ്പേസ് എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്, അഞ്ചാമത് സിസ്റ്റം ഓവർ റൈഡ്, ആറാമത് വർക്കർ ഹൈറ്റ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മളൊരു സിമ്പിൾ ഫോർമുല നമ്മൾ ചെയ്യുന്നുണ്ട്. പിഗ് ആൻഡ് കൗ, 2 ജന്തുക്കളുടെ, 2 ജീവജാലങ്ങളുടെ പേര്, പിഗ് ആൻഡ് കൗ. മുകളിൽ നിന്ന് PIG, പിഗ് എന്ന് എഴുതുന്നു, അതിന് താഴോട്ട് COW എന്ന് എഴുതുന്നു. നോക്കൂ, അപ്പോൾ ഈ പിഗ് എന്ന് എഴുതുന്നതെടുത്ത് പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം അഥവാ PTW, പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യണം. ആ പെർമിറ്റ് ടു വർക്ക് സിസ്റ്റത്തിനകത്ത് തന്നെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ആരൊക്കെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യാവുന്നത്, എന്തൊക്കെയാണ് വർക്കിന് വേണ്ട എസെൻഷ്യൽ നീഡ്നെസ്, HSE പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം പെർമിറ്റ് ടു വർക്ക് സിസ്റ്റത്തിനകത്തും അതിൻ്റെ അസോസിയേറ്റഡ് പെർമിറ്റിലും ജോബ് സേഫ്റ്റി അനലൈസേഷനിലും എല്ലാം ഉണ്ട്. പിന്നെ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തത് ഐസൊലേഷനാണ്. ഐസൊലേഷൻ ആവശ്യമുള്ളിടത്ത് ഐസൊലേഷൻ ചെയ്യണം. ഐസൊലേഷന് പ്രൊസീജിയർ ഉണ്ട്. ഇപ്പം ഒരു പവർ സോഴ്സിൽ നിന്ന് വരുന്ന ഏതൊരു വർക്കും ആദ്യം ആ പവർ ക്ലോസ് ചെയ്യുക എന്നുള്ള സിമ്പിൾ ലോജിക്ക് മാത്രമാണ് ഐസൊലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കറണ്ടിൽ നിന്നാകാം, മറ്റെന്തെങ്കിലും ഹൈഡ്രോളിക്കോ ന്യൂമാറ്റിക്കോ ആയിട്ടുള്ള സിസ്റ്റം ആകാം. പക്ഷെ ആ സോഴ്സിനെ, ആ പവർ സോഴ്സിനെ, സോഴ്സ് ഓഫ് പവറിനെ അവിടെ ഐസൊലേറ്റ് ചെയ്യുക. അതിനിപ്പോൾ ലോക്കൗട്ട് ടാഗ് ഔട്ട് സിസ്റ്റം ഉണ്ട്. ലോട്ടോ എന്ന് പറയുന്ന ലോക്കൗട്ട് ടാഗ് ഔട്ട് സിസ്റ്റം.
അങ്ങനെ പലതും. അപ്പോൾ ഐസൊലേഷൻ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡിനെ കുറിച്ച് മാത്രം മുകൾ ഭാഗം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ, ഉപരിപ്ലവമായിട്ട് മാത്രം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അടുത്തത് പിഗിനകത്ത് പെർമിറ്റ് വർക്ക് സിസ്റ്റം ആയി, ഐസൊലേഷനായി, മൂന്നാമത് ഗ്യാസ് ടെസ്റ്റ്. ഗ്യാസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ആവശ്യമുള്ളിടത്ത് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓതറൈസ്ഡ് ആൻഡ് അപ്രൂവ്ഡ് ഗ്യാസ് ടെസ്റ്റർ വേണം. അത് ചിലപ്പോൾ ഒരു ഷിഫ്റ്റിന് ഒരെണ്ണം ചെയ്താൽ മതി, ചിലപ്പോൾ ഓരോ മണിക്കൂറിലും ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഓരോ 15 മിനിറ്റിലും ചെയ്യേണ്ടി വരും. അത് ത്രഷോൾഡ് ലിമിറ്റ് അനുസരിച്ച് അതിനകത്ത് എഴുതിയിരിക്കും. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യണം. പിന്നീടുള്ളത് പശു എന്നുള്ളതാണ്, COW. അപ്പോൾ അതിനകത്ത് കൺഫൈൻഡ് സ്പേസ് എൻട്രി സിസ്റ്റം. കൺഫൈൻഡ് സ്പേസ് എൻട്രിക്കായിട്ട് ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ടറിയാമല്ലോ. കൺഫൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ എനി സ്പേസ് വിച്ച് ഹാവിങ് എ ലിമിറ്റഡ് ആക്സസ് ആൻഡ് എഗ്രസ് എന്നുള്ള, കയറാനും ഇറങ്ങാനും വളരെ ചുരുങ്ങിയ വഴി മാത്രമുള്ളതിനെയാണ് നമ്മൾ കൺഫൈൻഡ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഗ്യാസിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം, മറ്റ് ടോക്സിക് ഗ്യാസസിന്റെ ലീക്കേജ് ഉണ്ടാകാം, എക്സ്പ്ലോഷൻ ഉണ്ടാകാം, ഓക്സിജൻ എൻറിച്ച്മെന്റ് ഉണ്ടാകാം, ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ട പ്രിക്കോഷൻസ് കൺഫൈൻഡ് സ്പേസ് എൻട്രിക്കകത്ത് ഉണ്ട്, ആ സിസ്റ്റത്തിനകത്ത്. പിന്നുള്ളത് ഓയാണ്, കൗവിനകത്ത് അത് സിസ്റ്റം ഓവർ റൈഡ് എന്ന് പറയും. ഇപ്പോൾ പലതരം സിസ്റ്റം ഉണ്ട്. ഇപ്പോഴത്തെ വാഹനങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരുപാട് തരം സെൻസറുകൾ അറിയാം. ഇപ്പോൾ ഫ്യൂവല് കുറഞ്ഞാൽ ഉള്ള സെൻസർ, ആ ഫ്യൂവലിൽ ഇനി എത്ര ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും, എത്ര കിലോമീറ്ററുള്ള മൈലേജ് കിട്ടും, അങ്ങനെയുള്ള സെൻസർ. സൈഡ് സ്റ്റാൻഡ് കിടക്കുന്നതിന് വരെ ബൈക്കിന് സെൻസറുള്ള സമയമാണ്. അപ്പോൾ അതേപോലെ തന്നെ സെൻസറുകൾ നമ്മൾ പലയിടത്തും, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ പ്രത്യേകിച്ചും പ്ലാന്റുകളിൽ, സ്ട്രിപ്പിംഗ് പ്ലാന്റുകളിൽ, പിന്നീട് ഇൻഡസ്ട്രിയൽ ഫീൽഡുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ വെൽഡ് ഉണ്ടോ, ഇപ്പോൾ പ്രോസസ് ഏരിയയിൽ വെൽഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ കമ്പ്യൂട്ടറിന് പറ്റത്തില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിത പ്രകാശവും അമിത ചൂടും അമിതമായിട്ടുള്ള പുകയും, ഇത് മൂന്നും സെൻസർ ചെയ്യാൻ കഴിയുന്ന സെൻസറുകൾ വേറെ വേറെ ഉണ്ട്. അപ്പോൾ അത് സെൻസർ ചെയ്തിട്ട് ഈ പ്രോസസ്സ് മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആക്കി കളയും. അപ്പോൾ അതിന് സിസ്റ്റം ഓവർ റൈഡ് സിസ്റ്റം എന്ന് പറയും. അതിനെ അവിടെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ ഇത്ര ദിവസങ്ങൾക്ക് മുമ്പേ, ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പേ, പലയിടത്തും PDOയിലൊക്കെ 1 മാസം മുൻപേ കൊടുക്കണം. സിസ്റ്റം ഓവർ റൈഡിനുള്ള അപേക്ഷ കൊടുത്ത് അത് അവർ പഠിച്ച് അത് ആ സിസ്റ്റം എല്ലാം താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ വേണ്ടി ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി ഇത്ര സമയത്തേക്ക് നിങ്ങൾക്ക് വർക്കിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. ആ സമയത്ത് ടെക്നീഷ്യൻസ് അല്ലെ എഞ്ചിനീയേഴ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന് കൺട്രോൾ യൂണിറ്റിൽ വന്ന് ആ സിസ്റ്റം ഓഫ് ചെയ്ത് വരും. ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കുന്നത് പുക കാണുമ്പോഴത്തേക്ക് ഇവിടെ വെൽഡിങ് നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആയി പോകും. അപ്പോൾ ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഊഹിക്കാവുന്നേ ഉള്ളൊരു പ്ലാന്റ് ഷട്ട് ഡൗൺ ആകുമ്പോൾ. അപ്പോൾ അത് കൗവിനകത്ത് പിന്നുള്ള W ആണ്, വർക്ക് അറ്റ് ഹൈറ്റ് സിസ്റ്റം. അത് നിങ്ങൾക്കറിയാൽ 1.8 മുകളിലുള്ളതെല്ലാം വർക്ക് അറ്റ് ഹൈറ്റ് ആയിട്ട് കണക്ക് കിട്ടും. 1.8 മീറ്റർ. എന്താണ് ഈ 1.8 മീറ്ററിന്റെ കണക്കെന്ന് പലരും ചോദിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. 1.8 മീറ്ററിന്റെ കണക്കെന്ന് പറയാൻ സിമ്പിൾ ആണ്. 6 അടി, അതായത് ഒരു മനുഷ്യന്റെ പൊക്കം. ആ പൊക്കത്തിന് മുകളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം ചെയ്യണമെന്നാണ്. പക്ഷെ അത് തന്നെ സാധാരണ സേഫ്റ്റിയിലാണ്. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് സേഫ്റ്റിയിൽ വർക്ക് അറ്റ് ഹൈറ്റ് എന്ന് പറയുന്ന തലനിരപ്പിൽ നിന്ന് 1 ഇഞ്ച് ഉയരത്തിലാണെങ്കിൽ പോലും അത് വർക്ക് അറ്റ് ഹൈറ്റ് ആയിട്ട് കണക്ക് കൂട്ടാം. സർഫസ് ലെവലിൽ നിന്ന് 1 ഇഞ്ച് പോലും അധികമാണെങ്കിൽ വർക്ക് അറ്റ് ഹൈറ്റ് ആയിട്ട് തന്നെ കണക്ക് കൂട്ടാവുന്നതാണ്. വലിയ സ്ലിപ്പ്, ട്രിപ്പ്, ഫാൾ എമർജൻസികളും മറ്റും എല്ലാം വരുന്നതാണ്. അപ്പോൾ വർക്ക് അറ്റ് ഹൈറ്റിന് പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതാണ് COW 6ാമത്തത്. പിന്നെ ഉള്ളത് ഡോൺസ് ആണ് 4 ചെയ്തുകൂടാത്ത 4 കാര്യങ്ങൾ. ഒന്ന് സസ്പെൻഡഡ് ലോഡ്. ഡു നോട്ട് വർക്ക് ഓർ വാക്ക് അണ്ടർ എ സസ്പെൻഡഡ് ലോഡ്. തൂക്കി നിർത്തിയിരിക്കുന്ന ഒരു വെയിറ്റിന്റെ ക്രെയിനിലോ മറ്റെന്തെങ്കിലുമായിട്ട് ഹൂക്കപ്പ് ചെയ്തോ മറ്റോ ഒരു വെയിറ്റിനെ, ഒരു പൈപ്പ് ലൈനിനെ തൂക്കി നിർത്തിയിരിക്കുന്നത് സപ്പോസ് ചെയ്യുക. അതിന്റെ അടിയിൽ വർക്ക് ചെയ്യാൻ പാടില്ല, വാക്ക് ചെയ്യാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാടില്ല എന്നുള്ളത് സിമ്പിൾ ലോജിക്കാണ്. അവിടെ ബാരിക്കേഡ് ചെയ്ത് റിഗേഴ്സ് അത് അവിടെ മറ്റുള്ളവർ എൻട്രി ചെയ്യാതെ നോക്കേണ്ടതും. അപ്പോൾ അതിന് ലിഫ്റ്റിംഗ് പ്രൊസീജിയറിനകത്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെ ഈ പറയണക്ക് ലിഫ്റ്റിംഗ് പ്രൊസീജിയറിന്റെ അതിനകത്ത് വരും ഈ സസ്പെൻഡഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഒന്ന് സസ്പെൻഡഡ് ലോഡ്, അത് 7ാമത്താണ്. അപ്പോൾ 8ാമത്തെ നിയമം എന്ന് പറയുന്നത് നോ നേക്കഡ് ഫ്ലെയിം.
അത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ, ഇൻഡസ്ട്രിയൽ ഫീൽഡിലും എല്ലാം അങ്ങനെ തന്നെയാണ്. നോ നേക്കഡ് ഫ്ലെയിമാണ്. സാധാരണ തീ ഉണ്ടാകുന്ന യാതൊന്നും പാടില്ല. ഈവൻ സ്മോക്കിംഗ് പോലും നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡെസിഗ്നേറ്റഡ് സ്മോക്കിംഗ് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്മോക്കിംഗ് ഏരിയ പോലും അതിനു വേണ്ടി മെറ്റൽ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചത്, ആ സ്ട്രേയും കാര്യങ്ങളും ഫയർ എക്സ്റ്റിങ്വിഷറും അത്യാവശ്യം എന്തൊക്കെ വേണോ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നേക്കഡ് ഫ്ലെയിം പാടില്ല. അപ്പം നിങ്ങൾ വെൽഡിങ്ങിന് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നേക്കഡ് ഫ്ലെയിം ഇല്ലാതെ എങ്ങനെയാണ്? വെൽഡിങ്ങിന് പോലും നമ്മൾ അതിന് വെൽഡിങ് ടോർച്ചാണ് ഉപയോഗിക്കുന്നത്, സ്പാർക്ക് കിട്ടാൻ വേണ്ടി. വാഹനത്തിൽ നിന്ന് പോലും ഒരു സ്പാർക്ക് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി സ്പാർക്ക് അറസ്റ്റർ യൂസ് ചെയ്യുന്ന ഏരിയകളാണ്. അപ്പോൾ അത് 8ാമത്തത് നോ നേക്കഡ് ഫ്ലെയിം. പിന്നെ 9ാമത്തെന്ന് പറയുന്നത് ഡു നോട്ട് ഓവർ സ്പീഡ് ആൻഡ് യൂസ് സീറ്റ് ബെൽറ്റ് ആൾവേസ് വൈൽ യു ഡ്രൈവിംഗ്. അത് സിമ്പിളായിട്ട് ആ ഏരിയയ്ക്കകത്ത് പ്രവേശിച്ചാൽ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. ഓവർ സ്പീഡ് പാടില്ല, നിർബന്ധമാണ്. ഓവർ സ്പീഡ് പാടില്ല എന്ന് പറയാൻ 120 അല്ല. ഒട്ടുമിക്ക ഫീൽഡിലും പ്രോസസ് സേഫ്റ്റിയോട് അടുത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ 20 km/h, ചിലയിടത്ത് 15 km/h, ഡെഡ് സ്ലോ ആണ്. അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നീട് അടുത്തത് ലാസ്റ്റ് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നോ ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ്. അത് ആക്ച്വലി നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ, എനിക്ക് പനിയുണ്ട്, ഇപ്പോൾ ഒരു പനിയോ ജലദോഷമോ വന്നാൽ പോലും ഒരു പാരാസിറ്റാമോളോ പനഡോളോ കഴിച്ചാൽ പോലും അത് ഡോക്ടർ തരാവൂ. അതിനിപ്പോൾ ക്ലിനിക്ക് ഇപ്പോൾ എല്ലാ ക്യാമ്പിലും, എല്ലാ അക്കോമഡേഷൻ ക്യാമ്പിലും ക്ലിനിക്ക് കാണും, ഒരു ഡോക്ടർ കാണും, അല്ലെങ്കിൽ ഒരു മെഡിക്ക് കാണും, അല്ലെങ്കിൽ ഒരു മെയിൽ നഴ്സ് കാണും. അപ്പോൾ പുള്ളിയെ തരാവൂ. തന്നാൽ പോലും അതിനൊരു എന്താ പറയുന്ന ഹാങ് ഓവർ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ വർക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്. ചിലപ്പോൾ വർക്ക് ഹൈറ്റ് ആയിരിക്കും, തലകറ കണ്ടീഷനസും മറ്റുമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധത്തിലും ഗുളിക ഒന്നും, ഏത് അസുഖത്തിനുള്ള ഗുളിക കഴിച്ചാലും അത് അവിടെ അറിയിക്കണം. അതിപ്പോൾ വർക്ക് സൈറ്റിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കണം. അവരെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യാൻ പറ്റൂ. അതല്ലാതെ നമ്മളൊരു ഗുളിക കഴിച്ചിട്ട് പോയി വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് LSR. ഞാൻ ഈ പറഞ്ഞ ഓർമ്മ വേണം. പിഗ്, കൗ ആൻഡ് ഡോൺസ്. പിഗ് പെർമിറ്റ് വർക്ക് സിസ്റ്റം, ഐസൊലേഷൻ, ഗ്യാസ് ടെസ്റ്റ്. കൗ കൺഫൈൻഡ് സ്പേസ് എൻട്രി, സിസ്റ്റം ഓവർ റൈഡ്, വർക്ക് അറ്റ് ഹൈറ്റ്. പിന്നെ ഈ 4 കാര്യങ്ങൾ ചെയ്തുകൂടാത്തത്: സസ്പെൻഡഡ് ലോഡിന്റെ അടിയിൽ നടന്നുകൂടാ, നേക്കഡ് ഫ്ലെയിം പാടില്ല, ഡ്രൈവിംഗ് സമയത്ത് ഓവർ സ്പീഡ് പാടില്ല, സീറ്റ് ബെൽറ്റ് വേണം, പിന്നെ ലാസ്റ്റ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്. ഓക്കെ തന്നെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർമ്മ വേണം. മാജിക് മഷ്റൂംസിന്റെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഓരോ ഘട്ടങ്ങളും ഓരോ പാർട്ടും നിങ്ങൾ ക്ലീനായിട്ട് വാച്ച് ചെയ്യണം. പറ്റുമെന്നുണ്ടെങ്കിൽ 2 or 3 തവണ അത് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. ഇതിൽ കരിയർ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ്. ഒന്നുകിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ഭാവിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നവർ, ഇതിൽ കരിയർ ഉദ്ദേശിക്കുന്നവരെല്ലാം ഇത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത പാർട്ട് നമ്പർ 5 വേണ്ടി വെയിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് കാണാം. ഓക്കെ ദെൻ ബൈ, സി യു, പീസ്.